എന്താ ഈ പറയുന്നത്? ഇത് കേട്ടിട്ട് പിന്നെ ഞാൻ എന്താ സന്തോഷിക്കണോ? ഇത് ചതിയല്ലേ അമ്മേ? ആ സൂരജ് നമ്മുടെ കമ്പനിയിൽ വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചതല്ലേ? അപ്പോ എന്റെ തീരുമാനത്തിന് എന്താ ഒരു വിലയില്ലേ? നീ ഇനി ഇത് വലിയ പ്രശ്നമൊന്നും ആക്കണ്ട. സൂരജിനെ അവിടെ നിയമിക്കുക എന്നുള്ളത് ആദർശിന്റെ തീരുമാനമല്ലേ? അത് നമ്മളായിട്ട് എതിർക്കണ്ട. പറ്റില്ല. അത് ആദർശിന്റെ മാത്രം കമ്പനിയല്ല. അവനെ പോലെ എനിക്കും തുല്യ അവകാശമുണ്ട്. എന്റെ തീരുമാനങ്ങളും അവിടെ നടക്കണം. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്ന് അമ്മ കരുതണ്ട. അബി, ഞാൻ പറയുന്നു, നീ ഒന്ന് കേക്ക്. തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങ് മറന്നേക്ക്. എന്നിട്ട് നീ പോയ കാര്യങ്ങൾ ശ്രദ്ധിക്കേ. ബാക്കിയൊക്കെ വന്നിട്ട് ആലോചിക്കാം. ഇല്ലമ്മേ, ഇതിനൊരു തീരുമാനം ഇപ്പൊ തന്നെ ഉണ്ടാക്കണം. ഞാൻ ആദർശിനെ വിളിച്ചോളാം. കാര്യങ്ങള് അവനോട് സംസാരിച്ചോളാം. ഹലോ അബി, അബി. സൂരജിന്റെ കാര്യത്തിൽ ഇപ്പോഴാ ഒരു സമാധാനമായത്. അഭിരാമി പ്രശ്നം ഉണ്ടാക്കിയിട്ടും ആദർശ് സൂരജിന് ജോലി കൊടുക്കുന്നത് സൂരജിനോടുള്ള ആദർശിന്റെ താല്പര്യം കൊണ്ട് തന്നെയാ. അതെ, ആദർശിന് വേണ്ടി സൂരജ് കഷ്ടപ്പെട്ടത് മറക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും നല്ലൊരു ജോലി കിട്ടിയ സ്ഥിതിക്ക് ഇനി സൂരജിനൊരു വിവാഹം നോക്കണം. അവന് നല്ലൊരു കുടുംബജീവിതം കൂടി ആയാലേ എനിക്ക് സമാധാനാവൂ. എന്തിനാ ബീനെ ധൃതി വെക്കുന്നത്? ഇപ്പൊ അവൻ ജോലിയിൽ കയറിയതല്ലേ ഉള്ളൂ. ആദ്യം സൂരജ് സെറ്റിൽ ആവട്ടെ. അത് കഴിഞ്ഞ് വിവാഹം നോക്കുന്നതാണ് നല്ലത്. അങ്ങനെയല്ല ഹരിയേട്ടാ. ആൺകുട്ടികൾക്ക് ജോലിയും ശമ്പളവും ഒക്കെ ആകുമ്പോഴേ വിവാഹം നടത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിലേ അവർ ഉഴപ്പും. കുടുംബവും കുട്ടികളും ഒക്കെ ആവുമ്പോ ഒരു ഉത്തരവാദിത്വം ഒക്കെ ഉണ്ടാവും. എനിക്കതിനോട് താല്പര്യമില്ല ബീനെ. അവർക്ക് ലൈഫിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം ഈ സമയത്താണ്. അതവൻ ആസ്വദിക്കട്ടെ. അതിനുശേഷം സാവകാശം സൂരജിന് യോജിച്ചൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം നടത്താം. അതെന്താ ഹരിയേട്ടൻ അങ്ങനെ പറഞ്ഞത്? മീരയുടെ കാര്യം വന്നപ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഹരിയേട്ടന്റെ അഭിപ്രായം. അന്ന് സുരക്ഷിതമായ കൈകളിൽ മീരയെ ഏൽപ്പിച്ചാലേ ഹരിയേട്ടന് സമാധാനം കിട്ടൂന്നല്ലേ പറഞ്ഞത്? ഹരിയേട്ടന് മീരയുടെ കാര്യത്തിലുള്ള അതേ വേവലാതി എനിക്ക് സൂരജിന്റെ കാര്യത്തിലുണ്ടാവില്ലേ? അതുകൊണ്ട് പറഞ്ഞതാ. ബീന എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ സൂരജിനെയും ബീനയും വേർതിരിച്ച് കണ്ടിട്ടില്ല. സൂരജ് ഒരു ആൺകുട്ടിയല്ലേ. കുടുംബ പ്രാരബ്ധം ഇപ്പോഴേ അവന്റെ തലയിൽ വെച്ച് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ ചിന്തിച്ചുള്ളൂ. ഇനിയിപ്പോ ബീനയ്ക്ക് സൂരജിന്റെ വിവാഹം ഉടനെ നടത്തണമെന്നാണെങ്കിൽ നമുക്ക് നടത്താം. പക്ഷെ അത് സൂരജിന്റെ താല്പര്യത്തോടെ മാത്രം. ഞാൻ ഏതായാലും വിവാഹത്തിന്റെ കാര്യം സമാധാനത്തില് സൂരജിനോട് പറയാൻ പോവാ. അവൻ എന്തു പറയൂന്ന് എനിക്കറിയില്ല. ശരി, പറഞ്ഞു നോക്ക്. പക്ഷെ തീരുമാനം എടുക്കേണ്ടത് സൂരജ. അവന്റെ ഇഷ്ടം പോലെ ചെയ്യാം. അത് മതി. സൂരജ് സമ്മതിച്ച ഹരിയേട്ടനെ എതിർക്കാതിരുന്നാ മതി. എനിക്കെന്തിനാ ബീന എതിർപ്പ്? മീരയും സൂരജും എനിക്ക് ഒരുപോലെ തന്നെയാ. ഒരു വേർതിരിവും എന്റെ മനസ്സിലില്ല. അതെനിക്ക് അറിയാലോ. സത്യം പറയാലോ ഹരിയേട്ട, ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അത് ഹരിയേട്ടന് പറഞ്ഞാ മനസ്സിലാവില്ല. സൂരജ് വന്ന് ഓഫീസിലെ കാര്യങ്ങൾ കൂടി അറിഞ്ഞ സ്വസ്ഥാവും. ആ, സൂരജ് വന്നോ? ബീന ഇവിടെ സൂരജ് വന്നിട്ട് വിവരങ്ങൾ അറിയാൻ ധൃതി പിടിച്ചിരിക്കുക. അമ്മ എന്തിനാ വെറുതെ ടെൻഷനായത്? ഞാൻ വരുമ്പോ വിവരങ്ങൾ പറയില്ലേ? ഞാൻ വിളിച്ചിരുന്നു. നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ? നല്ല തിരക്കായിരുന്നു അമ്മേ. വിഘ്നേഷ് ഏട്ടൻ പോയതുകൊണ്ട് ഇന്ന് സൈറ്റിലെ കാര്യങ്ങൾ നോക്കുമായിരുന്നു. ഏതായാലും നന്നായി. ഇനി ആ അഭിരാമി ഇത് അറിയുമ്പോ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. അവളുടെ സ്വഭാവം വെച്ച് ഇതൊന്നും സഹിക്കാൻ യാതൊരു സാധ്യതയില്ല. അമ്മ പറഞ്ഞത് ശരിയാ. അഭിരാമി ചേച്ചി കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെ? അവര് വിദേശത്തല്ലേ? അതെ ഹരിയച്ച. പക്ഷേ ഓഫീസ് കാര്യങ്ങൾ ചേച്ചിയെ അറിയിക്കാൻ ആരൊക്കെയോ ഉണ്ട്. മിക്കവാറും അത് ആദർശിന്റെ അമ്മ തന്നെ ആയിരിക്കും. അവർക്ക് മകളോടാണല്ലോ താല്പര്യം കൂടുതല്. അതല്ലേ നമ്മുടെ മീരയോടൊന്ന് വഴക്കുണ്ടാക്കി പറഞ്ഞു വിട്ടതും. ആരാ പറഞ്ഞതെന്നറിയില്ല. അഭിരാമി ചേച്ചി ആദർശനെ വിളിച്ച് വഴക്കുണ്ടാക്കി. എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടണമെന്നും പറഞ്ഞു. ആ അഭിരാമിക്കത് എന്തിന്റെ കേടാ? അവളുടെ അഹങ്കാരം കുറപ്പിക്കണം ഹരിയേട്ടാ. കുറച്ച് നാളായിട്ട് പലതും ഞാൻ ക്ഷമിക്കുക. പലവട്ടം അവൾ എന്റെ മകനെ അപമാനിച്ചു, ഇറക്കി വിടുക വരെ ചെയ്തു.
മീരയോട് അവള് വഴക്കുണ്ടാക്കി. ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ ക്ഷമിച്ചതും മിണ്ടാതിരുന്നതും ഹരിയേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രമാ. ബീനെ, ബഹളം വെച്ചിട്ടോ വഴക്കുണ്ടാക്കിയിട്ടോ എന്താ കാര്യം? എത്രയൊക്കെ പറഞ്ഞാലും അഭിരാമി ആദർശിന്റെ സഹോദരിയാ. മാധവ മാഡത്തിന് ആദർശിനെ പോലെ തന്നെ അഭിരാമിയും. നമ്മൾ പ്രതിഷേധം കാണിച്ചാൽ അവർക്ക് നമ്മോട് ദേഷ്യവും വെറുപ്പും തോന്നുകയുള്ളൂ. എന്ന് കരുതി ഇനിയും ഓഫീസിൽ വെച്ച് സൂരജിനെ അപമാനിച്ചാലോ? മിണ്ടാതിരിക്കണോന്നാണോ ഹരിയേട്ടൻ പറയുന്നത്? അമ്മ വെറുതെ BP കൂട്ടണ്ട. അതൊക്കെ ആദർശേട്ടൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി അഭിരാമി ചേച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇനി ഒരു അവസരം കിട്ടിയാ അഭിരാമി ഉറപ്പായിട്ടും പാരവയ്ക്കും. ആദർശേട്ടൻ എനിക്കൊപ്പം തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട. അതെ, എന്തായാലും അഭിരാമി തിരിച്ചു വരട്ടെ. ബാക്കിയൊക്കെ എന്നിട്ടല്ലേ. അമ്മേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. നിനക്ക് ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ ഓഫീസിൽ നിന്ന് കുടിച്ചു. അഭിരാമി, അവളെ ഒതുക്കാൻ എന്താ ഒരു വഴി? ഇരിക്കെ തന്നെ. നിങ്ങളാരും മീരയുടെ വീട്ടിൽ പോകാറില്ലേ? ഞാൻ പോവാറില്ല. മായ ഉണ്ടായിരുന്ന സമയത്ത് പോവായിരുന്നു. ഹരി ബീനെ വിവാഹം കഴിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം മറ്റേ പോയിട്ടുള്ളൂ. അതെന്താ പിന്നെ പോകാത്തത്? അതിപ്പോ എന്ത് പറയാനാ, എനിക്കാരും കുറ്റം പറയുന്ന സ്വഭാവം ഇല്ലേ ചേച്ചി. അതുകൊണ്ടാ ഞാനൊന്നും പറയാത്തെ. കുറ്റമായിട്ടല്ലല്ലോ, ഉള്ള സത്യങ്ങൾ പറയുന്നതിന് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ആ ചേച്ചി ആയതുകൊണ്ട് ഞാൻ പറയാം. ആ ബീനയുടെ സ്വഭാവം അത്ര ശരിയില്ല. ശരിയല്ലെന്ന് പറഞ്ഞ? അവളൊരു അഹങ്കാരിയും നന്ദിയില്ലാത്തവളാ. കഞ്ഞി കുടിക്കാൻ പോലും ഗതിയില്ലാതെ നടന്ന അവൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത് ഞാനാ. എന്നിട്ട് അവള് കല്യാണം കഴിഞ്ഞ എന്നെ അടുത്ത ആഴ്ച തന്നെ എന്നെ അവഗണിക്കാൻ തുടങ്ങി. അത് ശരിയാണോ? അതൊന്നും ശരിയല്ല. അതെന്നെ കുഴപ്പം. ഞാൻ ഒരാളെ മനസ്സുകൊണ്ട് വെറുത്ത അതെന്റെ മുഖത്ത് കാണും. എനിക്ക് മനസ്സിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്നും അഭിനയിക്കാനൊന്നും അറിയില്ല. എന്റെ കണ്ണിൽ തെറ്റ് കണ്ടാൽ ഞാനത് പറയുകയും ചെയ്യും. അതൊന്നും ആർക്കും ഇഷ്ടപ്പെടുകയില്ല. അതാ ഞാൻ അങ്ങോട്ട് പോവാത്തത്. ബീനെ ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും വരാറില്ല. ഹരി വരും. പിന്നെ മനോജറിന്റെ പിള്ളേരൊക്കെ ഇടയ്ക്കൊക്കെ പോവും. സൂരജിന്റെ കാര്യം ധന്യ പറയുന്നത് കേട്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങൾക്കിടയിൽ എന്തോ ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന്. അതിതായിരുന്നു അല്ലേ? അതെ, ഞാനിതൊന്നും അങ്ങനെ മനസ്സിൽ വെക്കുന്ന കൂട്ടത്തിലല്ല. നമുക്കിഷ്ടപ്പെടാത്ത സ്ഥലത്ത് നിന്ന് നമ്മളങ്ങ് ഒഴിവായി നിൽക്കുക. അതാ എന്റെ രീതി. അത് വളരെ നല്ലതാ. നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്ന് ആരും പഴി പറയില്ലല്ലോ. അതെ, ഞാൻ സാവിത്രിയമ്മയുടെയും മനോജറിന്റെയും എന്റെ മക്കളുടെയും കാര്യങ്ങൾ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കും. പരദൂഷണം പറഞ്ഞ് അയൽവക്കങ്ങളിൽ പോകുന്ന ഒരു പരിപാടി എനിക്കില്ല. ഞാനായി നമ്മുടെ കുടുംബമായി. ഇക്കാലത്ത് അതാ നല്ലത്. നമ്മളെന്തിനാ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? അതെ, മോന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു. ഓ, അവനൊരു ട്രാവൽ വ്ളോഗറാ. അതാണ് അവന്റെ ഇഷ്ടം. നല്ല വരുമാനമൊക്കെ ഉണ്ട്. അവന്റെ കാര്യങ്ങളെല്ലാം അവൻ തന്നെ നോക്കിക്കോളും. എനിക്കറിയാം മോനെ, നേരിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ കമ്പനിയുടെ ഇഷ്യൂ മോന്റെ കഴിവ് കൊണ്ടല്ലേ പരിഹാരം ഉണ്ടായത്. അതിന് അവനോട് എന്നെ നന്ദി അറിയിക്കണം കേട്ടോ. പറയാം. മോളുടെ പഠിത്തം കഴിഞ്ഞ് അവൾ ആരുടെങ്കിലും കൈ പിടിച്ചേൽപ്പിച്ച സമാധാനായി. പ്രായമായ പെൺമക്കളുള്ള അമ്മമാർക്കേ അതിന്റെ ഒരു വിങ്ങല് മനസ്സിലാവും. ചേച്ചിക്കത് അറിയാൻ പറ്റുമല്ലോ. ഒരു പെൺകുട്ടിയെ വളർത്തി വിവാഹം കഴിപ്പിച്ച് അയച്ചതല്ലേ. എനിക്കങ്ങനെ അവിയുടെ വിവാഹത്തിന്റെ ടെൻഷനൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അവള് തന്നെ കണ്ടുപിടിച്ച ആളാ വിഘ്നേഷ്. അവക്കത് മതിയെന്ന് പറഞ്ഞു. ഞങ്ങളത് നടത്തിക്കൊടുത്തു. എന്റെ മോൾക്ക് അങ്ങനെയൊന്നുമില്ല. കാര്യം ഡാൻസും കോളേജും ഒക്കെ ഉണ്ടെങ്കിലും ആൺകുട്ടികൾ ആരും കൂട്ടുകാരായിട്ട് പോലും ഇല്ല. അവളങ്ങനെ ആരോടും അധിക സമയം ഫോണിൽ സംസാരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ഞാൻ അവളെ വളർത്തിയതിന്റെ ഗുണമാണേ. മോളുടെ പഠിത്തമൊക്കെ കഴിയാറായതുകൊണ്ട് ഇനിയിപ്പോ നല്ല ആലോചനകളൊക്കെ നോക്കി തുടങ്ങണം.
ചേച്ചിയുടെ ബന്ധത്തിലോ പരിചയത്തിലോ നല്ല ആൾക്കാരുണ്ടെങ്കിൽ പറയണേ. ഇക്കാലത്ത് നല്ല പയ്യന്മാരെ കിട്ടാൻ വലിയ പ്രയാസ. ആദർശ് മീരയും വന്നെന്ന് തോന്നുന്നു. അവരെന്നും ഈ സമയത്താണ് വരുന്നത്? അങ്ങനെയൊന്നുമില്ല. ചെയ്തു തീർക്കാൻ ജോലികളുണ്ടെങ്കിൽ താമസിക്കും, അല്ലെങ്കിൽ നേരത്തെ വരും. ആ ആഹാ, ആന്റി അമ്മയും സംസാരിച്ചിരിക്കുകയായിരുന്നു. മുത്തശ്ശി എവിടെ? മുത്തശ്ശി മുറിയിലുണ്ട്. മുത്തശ്ശി മരുന്നൊക്കെ കൃത്യസമയത്ത് കഴിക്കുന്നുണ്ടോ അമ്മായി? അതൊക്കെ ഞാൻ സമയത്തിന് എടുത്തു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ പറയണേ. ഒന്നും വേണ്ട മീരെ. ആവശ്യത്തിൽ കൂടുതൽ മരുന്നൊക്കെ വാങ്ങിച്ചു തന്ന മനോജേട്ടൻ അയച്ചത്. അതിലൊക്കെ നിന്റെ അമ്മ കറക്റ്റാണെന്ന് നിനക്കറിയാലോ. ആ അമ്മേ, അഭിരാമി വിളിച്ചിട്ടുണ്ടായിരുന്നു. അഭി അമ്മയെ വിളിച്ചപ്പോ സൂരജിന്റെ കാര്യമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അല്ല, നീ വന്ന വഴി ഇതൊക്കെയാണോ പറയുന്നത്? നീ പോയി ഫ്രഷ് ആയിട്ട് വാ, അതൊക്കെ കഴിഞ്ഞ് സംസാരിക്കാം. ചെല്ല്, എനിക്കൊന്ന് 2 ഫോൺ ചെയ്യാനുണ്ട്. ധന്യ അപ്പോഴേക്ക് സാവിത്രിയമ്മയെ വിളിച്ചോണ്ട് വാ. ഇവര് ഫ്രഷ് ആയിട്ട് വരുമ്പോ ഡിന്നർ കഴിക്കാം. ചെല്ല്. ശരി. നിനക്കെന്താ ആദർശേ? ബിരുന്ന് വന്നവരുടെ മുന്നിൽ വെച്ചാണോ കുടുംബത്തിലെ വഴക്കൊക്കെ വിളിച്ചു പറയുന്നത്? ധന്യ ആന്റിയും കുടുംബത്തിലുള്ള ആള് തന്നെയല്ലേ, മീരയുടെ അമ്മായിയല്ലേ? അതിന് അവരുടെ മുന്നിൽ വെച്ച് തന്നെ എല്ലാം പറയണമെന്നുണ്ടോ? ശരി, ആന്റി ഇപ്പൊ പോയല്ലോ, ഇനി പറയാമല്ലോ. പറ. സൂരജന്റെ കാര്യം പറഞ്ഞ് അഭി എന്നെ വിളിച്ച് വഴക്കുണ്ടാക്കി. അഭിക്ക് മീരയോടും സൂരജനും ദേഷ്യമാണെന്ന് അമ്മയ്ക്കറിയാലോ. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് അമ്മയ്ക്ക് ഫോണിൽ തന്നെ എല്ലാം പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാനതിന് നുണയൊന്നും പറഞ്ഞില്ലല്ലോ. സൂരജിന് നീ കമ്പനി ജോലി കൊടുത്തത് സത്യം തന്നെയല്ലേ? അതെ, പക്ഷെ അതിപ്പോ പറയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. കുറച്ചു ദിവസമെങ്കിലും സ്വൈര്യവും സമാധാനം കിട്ടാൻ വേണ്ടിയാ അഭിയെ വിഘ്നേഷിനൊപ്പം പറഞ്ഞു വിട്ടത്. അപ്പോഴും ഫോൺ വിളിച്ച് വഴക്കിടാന്ന് വെച്ചാ എന്തൊരു കഷ്ടമാ. ഈ രീതിയിൽ തന്നെ തുടരാനാണ് അഭിയുടെ ഭാവമെങ്കിൽ ഇവിടെ എന്നും വഴക്കും ബഹളവും മാത്രമായിരിക്കും. അത് ഒഴിവാക്കണമെങ്കിൽ അഭി ഇങ്ങോട്ട് വരുമ്പോഴേ അവരുടെ വീട്ടിലേക്ക് മാറി താമസിക്കാൻ പറഞ്ഞോണം. ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യത്തിലും എനിക്ക് ഉത്തരവാദിത്വമില്ല. വാ മീര. അമ്മേ, നമ്മള് വിചാരിച്ച പോലൊന്നും അല്ല കാര്യങ്ങള്. എന്ത് കാര്യങ്ങളാ? നമ്മുടെയൊക്കെ സാധാരണ വീടുകളെക്കാളും കഷ്ടം ഇവിടുത്തെ അവസ്ഥ. നീ എന്താ പറയുന്നെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അഭിരാമിയില്ലേ, അവള് നല്ല നാത്തും പോരാ. എനിക്കത് അവളെ കണ്ടപ്പോഴേ തോന്നിയതാ. ഞാൻ അക്കാര്യം മനോജേട്ടനോട് പറയുകയും ചെയ്തു. അപ്പൊ മനോജേട്ടൻ എന്നെ വഴക്കുറഞ്ഞു. ഇപ്പൊ കണ്ടോ, എനിക്കൊരു കാര്യം തോന്നിയ അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവുമെന്ന് മനസ്സിലായില്ലേ? ധന്യേ, നീ എന്തൊക്കെ പറയുന്നേ? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? അഭിരാമി ഇവിടെ ഇല്ലല്ലോ. ഇല്ലാത്ത ആളിനെ കുറിച്ച് നീ എന്തിനാ കുറ്റം പറയുന്നത്? അമ്മേ, ഞാനിതൊന്നും വെറുതെ ഊഹിച്ചു പറഞ്ഞതല്ല. ഞാൻ നേരിട്ട് കേട്ട കാര്യങ്ങളാ. എന്താ നീ കേട്ടത്? സൂരജിനെ കമ്പനിയിൽ നിയമിച്ച കാര്യം മാധവി ചേച്ചി അഭിരാമിയെ വിളിച്ചു പറഞ്ഞു. അതറിഞ്ഞ് അഭിരാമി ആദർശിനെ വിളിച്ച് വഴക്കുണ്ടാക്കി. അഭിരാമിക്ക് മീരയോട് സൂരജിനോടൊക്കെ ദേഷ്യമാണ്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്കുണ്ടാക്കും. അതൊക്കെ ഇല്ലാതെ കുറച്ചു ദിവസം മനസമാധാനം കിട്ടാനാ അഭിരാമിയെ ഈ യാത്രയ്ക്ക് അയച്ചതെന്നും ആദർശ് പറയുന്നത് ഞാൻ കേട്ടു. ഇതൊക്കെ ആദർശ് ധന്യയുടെ മുന്നിൽ വെച്ച് പറഞ്ഞോ? മുന്നിൽ വെച്ചല്ല, ഞാൻ അവിടുന്ന് പോന്നു കഴിഞ്ഞാ പറഞ്ഞത്. പക്ഷെ ഞാനെല്ലാം കേട്ടു. ഒളിച്ചു നിന്ന് കേട്ടു കാണുമല്ലേ? ഞാൻ ഒളിച്ചും പാത്ത് നിന്നതൊന്നുമല്ല. അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് കാലിനൊരു വേദന പോലെ തോന്നി. അതെന്താന്ന് നോക്കാൻ നിന്നതാ. അപ്പോ അവര് പറയുന്നത് എനിക്ക് കേൾക്കായിരുന്നു. വേണ്ട തന്നെ, വെറുതെ ചെയ്തതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. ഇതൊക്കെ വളരെ മോശമാ. അവര് കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്നത് അത് ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് അതിലെ നെല്ലും പതിരും വേർതിരിക്കാൻ നടക്കരുത്. അമ്മേ, ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യമാണ്. കാരണം അവള് പോരെടുക്കുന്നത് നമ്മുടെ കുട്ടിയോടാ. സൂരജിന്റെ കാര്യം നമുക്ക് വിട്ടേക്കാം. പക്ഷേ മീരയുടെ കാര്യം നമുക്കങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? എന്റെ വിദ്യയുടെ കാര്യത്തില്
അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരിങ്ങനെ പെരുമാറിയാ ഞാൻ ചോദ്യം ചെയ്യില്ലേ? ഇവിടെ ഇപ്പോ മീരയുടെ കാര്യം ധന്യ ചോദ്യം ചെയ്യാൻ പോവാണോ? അല്ല, ഇപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അവരുടെ വീട്ടിൽ വന്ന് നിൽക്കുകയല്ലേ. നമ്മുടെ മുന്നില് അഭിരാമിയും മീരയും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. മീര നമ്മളോട് ഒരു പരാതിയും പറഞ്ഞിട്ടുമില്ല. ആ സ്ഥിതിക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും ഒടുവിൽ നമ്മൾ തന്നെ തെറ്റുകാരാവും. എങ്കിൽ പിന്നെ കേട്ടത് എന്തായാലും അതങ്ങ് മറന്നേക്ക്. കേട്ടതൊന്നും ഞാനങ്ങനെ മറക്കില്ല. അതൊക്കെ ചോദിക്കാനും പറയാനുള്ള അവസരം എനിക്ക് കിട്ടും. അന്ന് ഞാൻ ചോദിച്ചോളാം. ധന്യേ, ആരോടും ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. നമ്മൾ അതൊക്കെ ഏത് രീതിയിൽ ചോദ്യം ചെയ്താലും ഇവിടെയുള്ളവർക്ക് അത് ദേഷ്യമായി തീരും. അതിന്റെ ബാക്കി അനുഭവിക്കേണ്ടി വരുന്നത് മീരമോള് തന്നെയായിരിക്കും. ആ പാവത്തിന് വിവാഹത്തിന് മുൻപ് തന്നെ ആവശ്യത്തിൽ കൂടുതൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോ വിവാഹം കഴിഞ്ഞിട്ടും പോരിന് കുറവൊന്നുമില്ലെങ്കിൽ അത് വലിയ കഷ്ടം തന്നെയാ. ഇതിനൊക്കെ ഒരവസാനം ഈശ്വരൻ തന്നെ ഉണ്ടാക്കും. അമ്മേ, ഈശ്വരന് പോര് നിർത്തലൊന്നും അല്ല ജോലി. മനുഷ്യന് നാവും കൈയും കാലും ബുദ്ധിയൊക്കെ തന്നിരിക്കുന്നതേ വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാനും പറയാനും ഒക്കെയാ. അല്ലാതെ നമ്മളെ ഒരാൾ ദ്രോഹിച്ച തിരിച്ച് ദൈവം ചോദിച്ചോളൂ എന്ന് പറഞ്ഞിരിക്കുന്നതിലേ അർത്ഥമൊന്നുമില്ല. കുട്ടിക്കാലം തൊട്ടേ ആവശ്യമില്ലാത്ത ഉപദേശങ്ങളും കഥകളും ഒക്കെ പറഞ്ഞു കൊടുത്ത് മീരയെ വഷളാക്കിയത് അമ്മയാ. അതുകൊണ്ട് ഇപ്പൊ അനുഭവിക്കുന്നത് അവള് തന്നെയാണല്ലോ. ധന്യേ, ഒരു വീട്ടിൽ എങ്ങനെയാ പെരുമാറേണ്ടതെന്നും ഏതറ്റം വരെ ക്ഷമിക്കണമെന്നും മീരയ്ക്കറിയാം. മീരയ്ക്കറിയാമായിരിക്കും. പക്ഷേ അനുഭവിക്കേണ്ടത് മുഴുവൻ അനുഭവിച്ചിട്ട് അവസാനം എന്തെങ്കിലും പരിഹാരം നോക്കാൻ പോകുന്നതിലേ വലിയ അർത്ഥമൊന്നുമില്ല. ഫോണിൽ വിളിച്ചു വരെ ആദർശിനെ അഭിരാമി വിരട്ടണമെങ്കിൽ ഇവിടെ അവരെ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനി ഇതിന്റെയൊക്കെ തീവ്രത അറിയാൻ മീരയോട് ചോദിക്കാന്ന് വെച്ചാ അവളൊരിക്കലും സത്യം പറയില്ലല്ലോ. മറ്റുള്ളവരെ രക്ഷിക്കാൻ സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരിയില്ലേ അവള്. ഒരാൾ അനുഭവിക്കാൻ തീരുമാനിച്ച അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അല്ലാതെ മറ്റുള്ളവര് മാറുമെന്ന് പ്രതീക്ഷിക്കണ്ട. ആ മീര, മൂന്തേട്ടാ, ക്ഷേത്രത്തിൽ വന്നിട്ട് മൂന്തേട്ടനെ കാണാതെ പോയ മനസ്സിലൊരു സങ്കട. ആ എന്നാ ഇനി അങ്ങനെ മീരയ്ക്കൊരു സങ്കടം വേണ്ട. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, എപ്പോ വന്നാലും കാണാലോ. ആണോ? അപ്പോ തിരക്കൊക്കെ കഴിഞ്ഞോ? അല്ല, അങ്ങനെ തിരക്കായിട്ടല്ല. ചില സമയത്ത് നമുക്ക് മാറി നിൽക്കേണ്ട സന്ദർഭങ്ങൾ വരും. ആ സമയത്ത് മാറി നിൽക്കണം. അങ്ങനെയല്ലേ പ്രകൃതി നിയമം. അത് കൊള്ളാലോ. കറങ്ങി നടക്കാൻ തോന്നുമ്പോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മുങ്ങിയിട്ട് വെറുതെ പ്രകൃതി നിയമം എന്നൊക്കെ പറഞ്ഞ് പഴിചാരി രക്ഷപ്പെടുകയല്ലേ? അമ്മ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നോ? ഇല്ല, അവിടെ സരയൂ തീരത്തെ ഏതോ ആശ്രമത്തിൽ കുറച്ചു ദിവസം നിന്നിട്ട് വരാമെന്ന് പറഞ്ഞു വിളിച്ചു. നിന്നോളാൻ ഞാനും പറഞ്ഞു. ആ അമ്മയുടെ ഒരു ഭാഗ്യം. ഭാഗ്യം എല്ലാവർക്കും ഉണ്ട് മീര. നമുക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിലാണ് കാര്യം. മനുഷ്യന്റെ മനസ്സേ ഒരു കുരങ്ങിനെ പോലെയാണെന്ന് കേട്ടിട്ടില്ലേ? അതിങ്ങനെ ഒരു കൊമ്പ് നിന്ന് അടുത്തതിലേക്ക് ഇങ്ങനെ ചാടി ചാടി പോയിക്കൊണ്ടിരിക്കും. ചിന്തകളെ സൂചിപ്പിക്കാനാണ് അത് പറയുന്നതെങ്കിലും മനുഷ്യരുടെ ഇഷ്ടങ്ങളും അതുപോലെ തന്നെയാ. കുടുംബത്തില് സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ അവിടം സ്വർഗമാണെന്ന് തോന്നും. വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് താങ്ങാൻ പറ്റാതെ വന്നു കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നും. ഒരു പ്രശസ്തനായ മനുഷ്യനെ കാണുമ്പോൾ, അയാളെ ആളുകൾ ആരാധിക്കുന്നത് കാണുമ്പോൾ ആ ജീവിതം നല്ലതാണെന്ന് തോന്നും. സങ്കീർണമായ മാനസിക പ്രശ്നങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ മലമുകളിൽ പോയി ഏതെങ്കിലും ഗുഹയുടെ ഉള്ളിൽ ഈശ്വരധ്യാനത്തിൽ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു മുനിയായിരുന്നാൽ മതിയെന്ന് തോന്നും. ഇങ്ങനെ ഓരോ ജീവിതങ്ങളും കാണുമ്പോൾ നമ്മൾ അത് ഭാഗ്യമാണെന്ന് കരുതും. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യങ്ങൾ കണ്ടെത്താനും തിരിച്ചറിയാനും മറന്നു പോവുകയും ചെയ്യും. ഇതൊക്കെ കേൾക്കാനാ ഞാൻ മുകുന്ദേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നത്. കുറച്ചു നേരം മുകുന്ദേട്ടനുമായിട്ട് സംസാരിച്ചിട്ട് പോകുമ്പോ മനസ്സിന് എന്തൊരു സമാധാനാണെന്നറിയോ? ആ, ആദർശ് തിരിച്ചു വന്നല്ലോ.
മീരയുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചില്ലേ? ഇനിയിപ്പോ എന്താ മനസ്സിന് സമാധാനമില്ലാത്ത? ശരി മൂന്തേട്ടാ, ആദർശന്റെ പ്രശ്നമായിരുന്നു എന്റെ ഏറ്റവും വലിയ ദുഃഖം. അത് മാറി. മൂന്നേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു ആ സംഭവം. അന്ന് ആ സിഐക്ക് യഥാർത്ഥ കൊലപാതകിയെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചതും അയാള് ഇന്ദുവിന്റെ മരണത്തെക്കുറിച്ച് സത്യം വെളിപ്പെടുത്തിയതൊക്കെ ഭഗവാന്റെ ഇടപെടൽ തന്നെയായിരുന്നു. അന്നത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്തേനെന്ന് എനിക്കെന്നെ അറിയില്ല. മീര ഭഗവാന്റെ ഭക്തയല്ലേ? ഭക്തയെ സംരക്ഷിക്കേണ്ടത് ഭഗവാന്റെ കടമയാണ്. എത്ര വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും ഭക്തിയും വിശ്വാസവും ഉറച്ചതാണെങ്കിൽ പരിഹാരം ഭഗവാൻ തന്നെ ചെയ്തു തരും.